എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീട്ടിൽ കിട്ടാനുള്ള ചെറിയ മാർഗം പറഞ്ഞു തരട്ടെ. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 2 ഇസ്മുകൾ പറഞ്ഞുതരാം. അതിൽപ്പെട്ട ഒരു ഇസ്മ്, നമുക്ക് കുന്നോളം കടങ്ങൾ ഉണ്ട് എങ്കിലും, എത്ര വലിയ കടക്കെണിയിലാണെങ്കിലും, എത്ര വലിയ ലോൺ എടുത്ത് പ്രയാസപ്പെടുകയാണെങ്കിലും, എത്ര വലിയ പലിശ കയറി മുടിഞ്ഞു നിൽക്കുകയാണെങ്കിലും അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ചു കിട്ടാൻ ഈ സാധുവായ എൻ്റെ ജീവിതത്തിൽ പോലും അനുഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം 2ാമത്തെ ഇസ്മ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് എളുപ്പമായി കിട്ടാൻ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലികളാകട്ടെ മറ്റു പ്രവർത്തനങ്ങളാകട്ടെ നമുക്ക് എളുപ്പമായി കിട്ടാനും സഹിലായി കിട്ടാനുമൊക്കെ വഴിയാകുന്ന ഒരു ഇസ്മു കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഹഖ് എന്ന നാമം നമുക്കറിയാം. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഹക്കായ, സത്യമായ അള്ളാഹ് എന്നാണ്. ഈ ഹഖ് എന്ന നാമം ആരെങ്കിലും ഒരാൾ, കടബാധ്യതരായ ഒരാൾ, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാൾ എല്ലാ ദിവസവും 108 തവണ ഈ യാ ഹഖ് എന്ന പദം ഉച്ചരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇസ്മ ഉച്ചരിക്കുകയാണെങ്കിൽ, അയാളുടെ ഖൽബിൻ്റെ ഉദ്ദേശം റബ്ബേ എൻ്റെ കടങ്ങൾ വീട്ടണേ എന്നാണ് എങ്കിൽ, ആ പറച്ചിലുകൊണ്ട്, ആ ഇസ്മിൻ്റെ ആ പവർ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് കടം വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കും. അത് എത്രത്തോളം എന്ന് വെച്ചാൽ, മിസ്ല ജബൽ ഉഹദിൻ, ഉഹദ് പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ശരി. ഉഹദ് പർവ്വതം മക്കയിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽപ്പെട്ട, അറേബ്യയിലെ വലിയ പർവ്വതങ്ങളിൽപ്പെട്ട ഒരു പർവ്വതമാണ് ഉഹദ് മല. ഈ ഉഹദ് മലയോളം കടം ഒരാൾക്കുണ്ട്. ഉഹദ് മലയോളം സ്വർണം കടം ഒരാൾക്കുണ്ട്. എന്നാൽ അത് മുഴുവൻ വീട്ടിൽ കിട്ടാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിയുടെ മുമ്പിൽ തുറന്നു കൊടുക്കും. അയാൾ ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ്സിൽ ഉയർച്ച കൊടുക്കും. ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ പ്രൊമോഷനും അതുപോലെ തന്നെ അതിൽ വലിയ ശമ്പളവും അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും. മറ്റ് ചെയ്യുന്ന സംരംഭങ്ങളിലൊക്കെ അല്ലാഹു വിജയം നൽകുകയും ഫത്ഹ് നൽകുകയും, അതല്ലാത്ത മാർഗങ്ങളിലൂടെയും ഹലാലായ അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ കടങ്ങൾ മുഴുവൻ വീടാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കടബാധിതരായ ആളുകൾ ചെയ്തു നോക്കുക, മറ്റുള്ളവരിലേക്ക്, കടക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. 2ാമത്തെ ഇസ്മ അൽ ഹസീബ് എന്നതാണ്. ഹസീബ് എന്ന് വെച്ചാൽ കണക്ക് നോക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. കണക്ക് കൂട്ടുന്നവൻ, കണക്ക് നോക്കുന്നവൻ, കണക്ക് ചോദിക്കുന്നവനായ അള്ളാഹു. ആ അള്ളാഹുവിന്റെ നാമം വിളിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടാൻ. തൈസീരിൽ അഅമാലി, നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു എളുപ്പം കിട്ടാനായിട്ട്, നമ്മുടെ കാര്യങ്ങൾ പ്രയാസമില്ലാതാകാനായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ അമലുകൾ എളുപ്പമായി കിട്ടാൻ ഈ ഒരു ഇസ്മ എല്ലാ ദിവസവും 80 പ്രാവശ്യം യാ ഹസീബു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ അള്ളാഹു എളുപ്പം നൽകും. അപ്പൊ കടയിലേക്ക് പോകുന്ന സമയത്ത് യാ ഹസീബു എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് പോകാം. നമ്മൾ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ, പഠനത്തിന് വേണ്ടി പോകുമ്പോഴൊക്കെ യാ ഹസീബു എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ് ഈ 2 ഇസ്മുകൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഒരുപാട് അമലുകൾക്ക് അള്ളാഹു അവസരം നൽകട്ടെ.